മന്ത്രി പറയുന്നത് ഏതോ സംഘം കാട്ടിലേക്ക് ഇരച്ചു കയറുന്നു, അവിടെ എന്താണ് ബോധപൂർവം ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, അതിനെ മുറിവേൽപ്പിക്കുന്നു. ആ സംഘം ഏതാണ്ട് മന്ത്രി സഭയിൽ പറയുന്നതല്ലേ? ആ സംഘം ഏതാണ്ട് മന്ത്രി പറയണം. എസ് കെ സതീഷ് അറിയാമെങ്കിൽ എസ് കെ സതീഷ് ആ സംഘം എന്ന് പറഞ്ഞോട്ടെ. എസ് കെ സതീഷ്, ഇവിടെ ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സർക്കാരിന് എന്തെങ്കിലും ഔദാര്യമല്ല, അത് ഗൈഡ് ലൈൻ പ്രകാരം കൊടുക്കേണ്ട നഷ്ടപരിഹാരമാണ്. അപ്പൊ ഇന്നിപ്പോ മന്ത്രി പറയുകയാണ് 10 ലക്ഷം അല്ലാതെ 11 ലക്ഷം ആക്കുന്നു. SC ST വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചാൽ 11 ലക്ഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗൈഡ് ലൈനാണ്, ഏതെങ്കിലും തരത്തിൽ ഔദാര്യമല്ല. വെടിവെക്കാൻ ഉത്തരവ് ആർക്കും ചെയ്യാവുന്നതാണ്. വെടിവെക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനപ്പുറം കാട്ടാനയായും കാട്ടുപോത്തായും പന്നിക്കൂട്ടങ്ങളായും മനുഷ്യരെ മലയോര മേഖലകളിൽ ഈ കാട്ടുമൃഗങ്ങൾ കൊന്നൊടുക്കുമ്പോൾ ശാശ്വത പരിഹാരത്തിനായി നമുക്കൊന്നും ചെയ്യാനില്ലേ? എസ് കെ സതീഷ്, കുറേയേറെ കാര്യങ്ങൾ ഹാഷ്മിയുടെ ഇൻട്രോ ഉൾപ്പെടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് കൂട്ടായി തന്നെ ആലോചിച്ചും കൂട്ടായി തന്നെ പരിശ്രമിച്ചും പരിഹരിക്കേണ്ട വിഷയമാണ്. ആളുകളിൽ ആദി ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ആരെങ്കിലും 23 ജനുവരിയിലാണെന്ന് ഓർമ്മ. പുതുശ്ശേരി വെള്ളാരംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് എന്നൊരു കർഷകർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. താങ്കൾ പറഞ്ഞ പോലെ കൂട്ടായിരുന്ന വലിയ ആലോചനയിൽ എന്തൊക്കെയോ എത്രയൊക്കെ എന്താണ് ഇന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് മാർച്ചിൽ സമർപ്പിച്ചതാണ്. എസ് കെ സതീഷ്, ആ മാസ്റ്റർ പ്ലാനെ പറ്റി സതീഷിന് എന്തെങ്കിലും അറിവുണ്ടോ? ഞാൻ പറയട്ടെ, ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് തയ്യാറാക്കപ്പെട്ട മാസ്റ്റർ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇതുവരെ ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 628 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്ന സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? അത് ആ മാസ്റ്റർ പ്ലാൻ 6 ഭാഗങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ആ മാസ്റ്റർ പ്ലാൻ അല്ലല്ല, എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? കേന്ദ്ര സഹായം തൽക്കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് പറയാമോ സജീഷേ? എല്ലാം കേന്ദ്രത്തിലേക്ക് വെക്കാതെ. ഇവൻ ശരിയല്ല. ഇപ്പോ ടൈഗറിന്റെ അക്രമം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ആവറേജ് ഒരു വർഷത്തെ ടൈഗർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം 56 ആണ്. അതിൽ കൂടുതൽ കേരളമല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 2ാം സ്ഥാനത്ത് UPയും 3ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് 75% ആളുകളും ടൈഗറിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ നിലയിലേക്ക് കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി ആഴ്ചയിൽ ഒന്നോളം കാട്ടാന ചവിട്ടി തേച്ച് കളയുന്ന മനുഷ്യരുടെ ചോര കാണുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കണോ എസ് കെ സതീഷ്? അത് വിവേകമാണോ? താങ്കൾ തന്നെ ആലോചിച്ച് കണക്ക് പറയൂ, അത് വിവേകമാണെങ്കിൽ. അല്ല, വിവേകത്തോടുകൂടി നടക്കുന്ന ചർച്ചയിലല്ലേ നമുക്ക് വിവേകത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നിങ്ങളൊരു ഇൻട്രോ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. അതിൽ എത്രമേൽ ആരെയും ആക്രമിക്കാൻ എന്ത് ഭാഷയും പ്രയോഗിക്കാം. വാക്കുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെക്കുറിച്ചും അത് ആരിലാണ് ചെന്ന് പതിക്കുന്നതെന്നും എന്താണ് അതിന്റെ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അഭിപ്രായം എന്ത് എന്നെല്ലാം സ്വയം പരിശോധിക്കുക. അല്ല, അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. 17 ആള് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല ആഷ്മി. എന്റെ ഉദ്ദേശം അതല്ല. താങ്കളോട് തർക്കിച്ച് സമയം കളയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുകയല്ല ഞാൻ. അതിനെനിക്കിട്ട് സമയവുമില്ല. എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറയുക, അതിന് കഥാപ്രസംഗ രൂപത്തിൽ എന്തും അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്റെ ഇൻട്രോ താങ്കളെ അലോസരപ്പെടുത്തിയെങ്കിൽ താങ്കൾക്ക് അതിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഒരു പോയിന്റ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്പർ 101% വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായ ഒരൊറ്റ പോയിന്റ് കാണിച്ചു തരാൻ അല്ലെങ്കിൽ തപ്പി കണ്ടുപിടിക്കാൻ പോലും വസ്തുതയിലേക്ക് അടക്കാതെയാണ് നിങ്ങളുടെ ഇൻട്രോ അവതരിപ്പിച്ചത്. ഒരു കാര്യം പറയാം, ഒരൊറ്റ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാം. മറ്റുള്ളവരെ അവമതിക്കാനുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു കഥാപ്രസംഗം അല്ലാണ്ട് മറ്റെന്താണ് അവതരിപ്പിച്ചത്? ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച നോക്കിയാൽ മതി സജീഷേ, മനുഷ്യരെ ചവിട്ടി തേക്കുക,
എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ ചവിട്ടി കൊല്ലുന്നുണ്ടല്ലോ, ശരി, തലയും കയ്യും ശരി. കാലും വയറും നിങ്ങളൊരു പണ്ടവും 10 വേറെ 15 കിടക്കുന്ന ശരീരങ്ങൾ കാണുക. അല്ല. നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ഏകപക്ഷീയമായി ഈ കാലത്തെ എന്തോ കുഴപ്പമെന്ന് ശരി ശരി, ഞാൻ ഏകപക്ഷീയമാണ്, ഞാൻ മലയോര മനുഷ്യരുടെ കൂടെ തന്നെയാണ്, തർക്കമാക്കരുതില്ല, ഞാൻ നിഷ്പക്ഷമല്ല. അതിനപ്പുറത്തൊപ്പമാണ് ഞങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിഷ്പക്ഷമല്ല കാര്യത്തിൽ, ഞാൻ മലയോരത്തിനൊപ്പം തന്നെയാണ്, അതൊരു തർക്കം വേണ്ട. ശരി, ഓക്കെ. അപ്പുറത്ത് നിങ്ങൾക്ക് വാചക കസർത്തല്ലാതെ അതിനപ്പുറത്ത് സാധ്യമല്ല. അല്ല, സാധ്യമാവും, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏഞ്ചൽസ് നായർ, ഇവിടെ ആനകൾ പെരുകുന്നു കാട്ടിൽ, കടുവകൾ പെരുകുന്നു നാട്ടിൽ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാട്ടിലേക്ക് പോകണ്ട, ഇപ്പൊ ലോകത്തെല്ലായിടത്തും ഉള്ള ഈ ഹണ്ടിങ് എന്ന് പറയുന്ന ഇന്ത്യയിൽ മാത്രം ഇല്ലാത്ത ആ സമ്പ്രദായം വരണ്ട. പക്ഷെ മനുഷ്യന്റെ വീട്ടിൽ കയറി മനുഷ്യരെ കൊല്ലാൻ നോക്കുന്ന മൃഗങ്ങളെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പരുവത്തിന് ആ നിയമം മാറ്റണ്ടേ ശ്രീ ഏഞ്ചൽസ് നായർ? അത് കറക്റ്റാണ്. അതെ അതെ. ഈ കള്ളിങ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ, അല്ലെങ്കിൽ ആസ്ട്രേലിയയിലെ അവസ്ഥ, അല്ലെങ്കിൽ അമേരിക്കയിലെ അവസ്ഥയൊന്നും അല്ല. ഇവിടെ അതിനേക്കാൾ ഭീകരമാണ്. ഓസ്ട്രേലിയയിലെ ഒന്നും അവസ്ഥയല്ല, ഹണ്ടിങ്ങുള്ള രാജ്യങ്ങളിലെ അവസ്ഥയേക്കാൾ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? സാറേ, ഇവിടെ മനുഷ്യന് കിടക്കപ്പുറത്തില്ല, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു പോകാൻ പേടിയാ, പ്രാണഭയമാ, രാവിലെ റബ്ബർ വെട്ട് ഇറങ്ങാൻ പേടിയാ, കൃത്യമായിട്ട് പറഞ്ഞു. അതിന് പെറ്റുപേരുകി ഇറങ്ങി കിടക്കുക, അതിനെ വെടിവെച്ച് കൊല്ലണ്ടേ ഏഞ്ചൽസ് നായർ? പേടിയാണ്, പേടിക്കേണ്ടി വരും. കാരണം ഇതിനെ ഞാൻ പറഞ്ഞു തീരട്ടെ ഹാഷ്മി, ഞാൻ ഇത് പറഞ്ഞൊന്ന് തീർത്തോട്ടെ. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. 3.5 വർഷമായി കാട്ടുപന്നികളെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുലി, കടുവ എന്നീ ജീവികളുടെ പ്രധാന ഭക്ഷണമാണ് കാട്ടുപന്നികൾ. എന്നിട്ടോ ഈ കാട്ടുപന്നികളെ വെടിവെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. അത് അല്ല, കാട്ടുപന്നി ആര് ഉന്മൂലനം ചെയ്തു? ഞാൻ പറയാം. ഏഞ്ചൽസ് നായർ, എന്റെ നാട് പന്തളവാ, കാട്ടുപന്നി കേൾക്കാത്ത സ്ഥലവാ. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം കാട്ടുപന്നിയാ, നാട്ടിൽ മൊത്തം കാട്ടുപന്നിയാ. ആരുന്മൂലനം ചെയ്തു? എവിടെ ഉന്മൂലനം ചെയ്തു? അതിന് വേണ്ടത് അവിടെ കടുവയാണ്. ബെസ്റ്റ് കടുവകളെ പിടിച്ച് കൂട്ടിലേക്കാ ഈ വയനാട്ടിലേക്കാ കൊണ്ടുപോകുന്നത്. ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള കടുവകളെ പിടിച്ച്, പുലികളെ പിടിച്ച് അതിനെ തിന്നു തീർക്കേണ്ട ഒരു ജീവിയുണ്ട്. ഇതിന്റെ ഇംബാലൻസിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഈ കടുവയും പുലിയൊക്കെ ഈ വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പേ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നി പിടിക്കാൻ കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങി വരണോ ഏഞ്ചൽസ് നായർ? പൈതഗോറ സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഗുണനപ്പട്ടിക പഠിക്കാത്തവരല്ല, അത് ഗുണനപ്പട്ടിക പഠിച്ചവരും. ഏഞ്ചൽസ് നായർ, കാട്ടുപന്നി നാട്ടിൽ പെരുകുന്നു, അതിനുവേണ്ടി കടുവ നാട്ടിലോട്ടിറങ്ങി കാട്ടുപന്നി പിടിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമല്ലേ? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ്? കാട്ടുപന്നിക്കൂട്ടം നാട്ടിൽ തെറയുന്നു, അത് കാരണം കടുവ നാട്ടിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഈ കാട്ടുപന്നി പിടിച്ചോട്ട് പോട്ടെ എന്നൊക്കെ പറയാവോ? എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫോറസ്റ്റുമായിട്ട് വൈൽഡ് ലൈഫുമായിട്ട് വെടിവെക്കണോ വേണ്ടോ എന്ന് കൺസർവേഷനിസ്റ്റുകളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ കൺസർവേഷൻ തീരുമാനിച്ചു വരുമ്പോഴേക്കും ഇതുങ്ങൾ പിന്നെ മനുഷ്യരെ പിടിക്കും. നാട്ടുകാരും പഞ്ചായത്ത് ഒരു മനുഷ്യനേക്കാൾ വലുതല്ല സാറേ ഒരു മൃഗത്തിന്റെ ജീവൻ. മനുഷ്യജീവൻ കഴിഞ്ഞു മതി മൃഗത്തിന്റെ ജീവൻ. അലക്സ്, താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു നാട്ടിലേക്ക് ഇറങ്ങി ഒരു വീട്ടിലോട്ട് ഒരു പുലി ആ മനുഷ്യനെ പിടിക്കാൻ വന്ന അതിനെ വെടിവെച്ച് വന്ന അവനെ തൂക്കി അകത്തിടാത്ത രീതിയിലെങ്കിലും നിയമം മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തിന് പറ്റുമോ? ചുരുങ്ങിയ പക്ഷം തീർച്ചയായിട്ടും പറ്റും. സംസ്ഥാനത്തിനാണുള്ള അധികാരമുണ്ട്. വനത്തിന് വെളിയിൽ ഇറങ്ങുന്ന മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധത്തിന്റെ ഭാഗമായി അതിനെ കൊല്ലുകയോ മറ്റു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്താൽ കേസെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ മതി, LDF സർക്കാർ മതി. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പണ്ടൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഏഞ്ചൽസ് നായർ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ പറയാൻ പോയത്? 2006 കേരളത്തിലുള്ള മൊത്തം കടുവകൾ 44 എണ്ണേ ഉള്ളൂ. 2023 കണക്ക് 213 വയനാട്ടിൽ മാത്രം 80 കടുവകളാണ് വയനാട്ടിലുള്ളത്. എണ്ണം പെരുകി, കേരളത്തിന്റെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിൽ കൂടുതൽ എണ്ണം പെരുകി എന്നുള്ള പ്രശ്നം. അതിന്റെ ദീർഘകാല പരിഹാരം എണ്ണം കുറയ്ക്കുക എന്നുള്ളതാ. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 12B എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്. അതായത് 2021 അമെന്റ്മെന്റിൽ വന്നതാണ്. അത് പ്രകാരം എണ്ണം കൂടുതലുള്ള മേഖലയിൽ നിന്ന് കടുവയടക്കമുള്ള മൃഗങ്ങളെ സോഴ്സ് ഏരിയയിൽ നിന്ന് എണ്ണം കുറഞ്ഞ ഏരിയയിലേക്ക് മാറ്റാൻ പറ്റും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ സജീഷിനോട് ചോദിക്കുകയാണ്, 80 കടുവ വയനാട്ടിൽ പറ്റില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ 80 കടുവ വയനാട്ടിൽ കൂടുതലാണെന്നും ഈ കാട്ടുപന്നികൾ പുറത്തിറങ്ങില്ല. ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? കാട്ടുപന്നികൾ ആകാശത്ത് പൊട്ടി വീണെന്നാണോ ഏഞ്ചൽസ് നായർ?
വയനാട്ടിൽ കൂടുതലാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് കത്തയച്ചിട്ടുണ്ടോ? നീണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് പറയൂ. അദ്ദേഹം പറഞ്ഞൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം CRPC കാര്യം പറഞ്ഞു. ക്രിമിനൽ നടപടിക്രമം CRPC 133 വകുപ്പ് പ്രകാരം അക്രമകാരികളായ വെടിവെക്കാൻ അധികാരം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അല്ല പറയട്ടെ താൻ എന്ത് സംസാരിക്കാനാണ് താനോട് പറയട്ടെ ഞാൻ 133 കാര്യം പറഞ്ഞിട്ടില്ല. താങ്കൾ പറയാത്തത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. ശരി തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. ഞാൻ പറയാത്ത കാര്യം ഞാൻ പറയുന്നത് പറയല്ലേ. CRPC നിൽക്കട്ടെ. SK സതീഷ് ഒരു ചെറിയ കാര്യം എന്റെ വീട്ടിൽ ഒരു കടുവനെ ആക്രമിക്കാൻ വന്ന ഞാൻ അതിന് എന്തെങ്കിലും ചെയ്താ ഒരു കസേര എടുത്ത് മണ്ട അടിച്ച് കീറിയ ഒന്നും സംഭവം എനിക്കെതിരെ കേസ് വരില്ല എന്നൊരു ഉറപ്പ് പറയാൻ സർക്കാരിന് പറ്റുമോ? അത്രേ മതി. ഉത്തരം പറ. ഞാൻ പറയട്ടെ ഹാഷ്മി. ഒന്ന്, താങ്കൾക്ക് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ക്രിമിനൽ നടപടിക്രമം CRPC 33 ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അപ്രകാരം വന്യജീവിക്കെതിരായി നടപടി സ്വീകരിക്കാൻ ഈ വകുപ്പ് ജില്ലാ കളക്ടറെ അനുവദിക്കില്ല എന്നും എന്നിട്ട് 19/2/24 ഉത്തരവിൽ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കടുവ കടിക്കാൻ വരുമ്പോൾ നമുക്ക് വകുപ്പ് പറഞ്ഞു കേൾപ്പിക്കാം. കടുവ ചാടി വരുമ്പോൾ നമുക്ക് വകുപ്പ് കാണിക്കാം. അത്രേ ഉള്ളൂ. അജ്ഞാതരായ സംഘം കാരണമാണ് കാട്ടിൽ നിന്ന് മനുഷ്യവേട്ടയ്ക്കുള്ള ഈ കൂട്ടിറക്കമെങ്കിൽ ശമ്പളം കൊടുത്തു പോറ്റുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കഴിവുകെട്ട കൂട്ടമെന്നാണോ മന്ത്രിയുടെ പുത്തൻ നിയമസഭാ തിയറി? ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇമാതിരി വെളിവുകേട് പറയാതെ ഇരിക്കാൻ ദയവുണ്ടാകണേ മന്ത്രി സാറേ. കാപ്പിത്തോട്ടത്തിൽ ഒരു സാധു സ്ത്രീയെ വലിച്ചുകൊണ്ടുപോയി നരഭോജി കടുവയേക്കാൾ ഭീകരമാണ് ഒന്നും ചെയ്യാത്ത ഈ ഭരണകൂടങ്ങളുടെ മുടിഞ്ഞ ഉറക്കം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.